ഡാഡിക്ക് അറിയില്ല, എന്നാൽ എനിക്കറിയാം. ഡാഡി തന്നെയാ. ഡാഡി അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഒരിക്കലും അദ്ദേഹം പൊന്നുമണിയുടെ വിഷയത്തിൽ ഇടപെടില്ലായിരുന്നു. എല്ലാം വരുത്തി വെച്ചത് ഡാഡി ഒറ്റ ഒരാളാ. എന്നിട്ട് കുറ്റപ്പെടുത്താൻ വന്നിരിക്കുന്നു. പറയാനുള്ളത് ഞാൻ പറഞ്ഞു. അനുസരിക്കണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടം. എല്ലാ കാര്യത്തിലും ഞങ്ങൾക്കൊരു നിലപാടുണ്ട്. എനിക്ക് ഡാഡി എത്രത്തോളം പ്രിയപ്പെട്ടതാണോ അത്രത്തോളം തന്നെയോ അതിൽ കൂടുതലോ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ അമ്മയും പ്രിയപ്പെട്ടതാ. ആ അമ്മയ്ക്കൊരു സങ്കടം വന്നാ കൈയും കെട്ടി മാറി നിൽക്കാൻ അദ്ദേഹത്തിന് പറ്റില്ല. ഞാനതിന് സമ്മതിക്കേയില്ല. അതുകൊണ്ട് ഇനി അദ്ദേഹത്തിന്റെ കാര്യത്തില് ഡാഡി ഇടപെടണ്ട, അഭിപ്രായം പറയുകയും വേണ്ട. അത് ഞങ്ങൾ എങ്ങനെയെങ്കിലും തീർത്തോളാം. അത് ശരി. അപ്പൊ നിരഞ്ജന്റെ അമ്മ ഇവിടുന്ന് ഇറങ്ങിപ്പോവാൻ കാരണം ഏട്ടനാണല്ലേ? എന്നിട്ട് ചോദിച്ചപ്പോ ഒന്നും അറിയില്ലെന്നാണല്ലോ പറഞ്ഞത്. പണ്ട് തല പോയാലും ഏട്ടൻ നോണ പറയില്ലായിരുന്നു. ഇപ്പൊ അതും തുടങ്ങി. കഷ്ടം. സിദ്ധു, നല്ല വിവരം കിട്ടിയ അമ്മയെ കുറിച്ച്? ഇല്ല, നിങ്ങളും ഒന്നും അറിഞ്ഞില്ലല്ലോ. ഇല്ല. സിദ്ധുന്റെ കോൾ കണ്ടപ്പോ ഞാൻ എന്തൊക്കെ പ്രതീക്ഷിച്ചു. അതൊക്കെ വെറുതെ ആയി. എന്തായിരിക്കും സിദ്ധു അമ്മയ്ക്ക് പറ്റിയത്? അമ്മ ഇപ്പൊ എവിടെയാ? എനിക്ക് തോന്നുന്നത് ഏതെങ്കിലും ബന്ധുവീട്ടിലുണ്ടാവുന്ന. നിങ്ങളെ ഒന്ന് പേടിപ്പിക്കാനായിരിക്കും വിളിക്കാതിരിക്കുന്നത്. എന്നാലും കുഴപ്പമില്ലായിരുന്നു. ഞങ്ങളെ എത്ര വേണമെങ്കിലും പേടിപ്പിച്ചോട്ടെ. അമ്മയ്ക്ക് അപകടമൊന്നും പറ്റാതിരുന്നാ മതിയായിരുന്നു. അപകടമൊന്നും പറ്റി കാണില്ല. പറ്റിയിരുന്നെങ്കിൽ ഇതിനു മുൻപേ നമ്മൾ വിവരം അറിഞ്ഞാനെ. എന്തായാലും ഞാൻ അങ്ങോട്ട് വരാം. തിരക്കുണ്ടെങ്കിൽ വേണമെന്നില്ല. ഒരു തിരക്കുമില്ല. ഇനി അഥവാ ഉണ്ടെങ്കിലും അതൊക്കെ ഞാൻ മാറ്റിവെക്കും. എനിക്കിപ്പോ പ്രധാനം ഇതാ, അമ്മയെ കണ്ടുപിടിക്കല്. വെച്ചോ, ഞാൻ ഇറങ്ങുമോ? അതെ, വിഷ്ണുവിന്റെ ജാമ്യാപേക്ഷ കോടതി കൊടുക്കുന്നില്ലേ? കൊടുക്കാം. ഇതെന്താ ഇപ്പൊ ഇങ്ങനെ പറയുന്നേ? എന്തെങ്കിലും കൊടുത്താ പോരാ, ഉടനെ ഫയൽ ചെയ്യണം. പറ്റുമെങ്കിൽ ഇന്ന് തന്നെ. അതെ, ഈ ആജ്ഞാപിക്കലൊന്നും വേണ്ട. നീയും ഞാനും തമ്മിൽ ചില ഒത്തുതീർപ്പുകൾ നടത്തിയിട്ടുണ്ടെന്നുള്ളത് നേരാ. എന്നുവെച്ച് ബെയിൽ എന്നത്തേക്ക് മൂവ് ചെയ്യണമെന്നൊക്കെ ഞാനാ തീരുമാനിക്കുന്നത്. അതൊരു ജെന്റിൽമാന് ചേർന്ന മറുപടി അല്ല. എനിക്ക് ഇത്രേ ജെന്റിൽമാൻഷിപ്പ് ഉള്ളതെന്ന് നീ വിചാരിച്ചോ? ഇതൊരു തരം ചതിയാ. ജാമ്യാപേക്ഷ കൊടുത്തിട്ട് എനിക്ക് പലതും ചെയ്യാനുണ്ട്. ചെയ്തോ? അതിന് ഞാൻ എതിരൊന്നും അല്ലല്ലോ. ഞാനിന്ന് കോടതിയിലേക്കല്ല പോകുന്നത്. എനിക്കിന്ന് സുധിയേട്ടന്റെ വീട് വരെ ഒന്ന് പോണം. ആരുടെ വീട് വരെ? നിനക്ക് മനസ്സിലാവുന്ന ഭാഷ പറയാം. ദേവികയുടെ വീട് വരെ. ആഹാ, അങ്ങനെ പറ. എന്താടി നിനക്കൊരു പുച്ഛം പോലെ? എടി, എല്ലാ അവകാശത്തോടു കൂടിയാ ഞാനിന്ന് ആ വീട്ടിലേക്ക് പോകുന്നത്. ഒരു ചടങ്ങ് നടത്തിയിട്ടില്ലെന്നേ ഉള്ളൂ. ദേവികയെ ഞാൻ എന്റെ ഭാര്യയുടെ സ്ഥാനത്താ കാണുന്നത്. അതെനിക്കറിയാം. എങ്കിൽ നീ മിണ്ടാതിരിക്കണം. നിങ്ങൾ എവിടെ പോയാലും എനിക്കൊരു പുല്ലുമില്ല. അതെന്റെ കാര്യമല്ല. പക്ഷെ വിഷ്ണു, അയാളെ എത്രയും പെട്ടെന്ന് പുറത്തിറക്കിയേ പറ്റൂ. അതിലൊരു കോംപ്രമൈസിന് ഞാൻ തയ്യാറല്ല. ഒരു കേസ് ഫയൽ ചെയ്യാനുള്ള സമയം ഏതാണെന്ന് വക്കീലാണ് തീരുമാനിക്കുന്നത്. അത് മറ്റൊരു വക്കീലായി നിന്നെ പഠിപ്പിക്കേണ്ടി വരുന്നതിൽ എനിക്ക് സങ്കടമുണ്ട്. അധികം നീട്ടിക്കൊണ്ടു പോകാനൊന്നും പറ്റത്തില്ല. നീട്ടിക്കൊണ്ടു പോകാൻ ഞാനും ഉദ്ദേശിച്ചിട്ടില്ല. അടുത്ത് തന്നെ അവൻ പുറത്തിറങ്ങും. ഇറങ്ങിയിട്ട് വല്ല പ്രശ്നവും കാണിച്ച
വന്നതുപോലെ തന്നെ അവൻ അകത്തേക്ക് പോവുകയും ചെയ്യും. ഇനി അകത്ത് പോവില്ല. പോവാതിരിക്കാനുള്ള വഴി എനിക്കറിയാം. ഞാനത് ചെയ്യും. അതുകൊണ്ട് അതോർത്ത് സിദ്ധുവേട്ടൻ വിഷമിക്കണ്ട. എങ്കിൽ കൊള്ളാം.